ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഡ്രീം ടു പാഷൻ. അങ്ങനെ നമ്മളിതാ 2024 വീണ്ടും നമ്മളെ ഗ്ലോബൽ വില്ലേജിൻ്റെ നേരെ ഫ്രണ്ടിലേക്ക് എത്തിയിട്ടാണുള്ളത്. അപ്പോൾ നമ്മളെ 2024 നമ്മളെ ഗ്ലോബൽ വില്ലേജസിൽ വന്ന സമയത്ത് നമ്മളെ കൂടെ ഉള്ളത് എന്ന് പറഞ്ഞാൽ നമ്മളെ ട്രീസ് ഉണ്ട്, അതേപോലെ തന്നെ നമ്മളെ ഗ്ലോഡി ഉണ്ട്, അതേപോലെ തന്നെ നമ്മളെ ദീപക് ചേട്ടൻ ഉണ്ട്. അപ്പോൾ ദീപക് ചേട്ടൻ വന്നിട്ട് ഇന്നലെ നാട്ടിൽ നിന്ന് വന്നുകൊണ്ട് തന്നെ ഫുള്ള് സ്വെറ്ററൊക്കെ ഇട്ടിട്ടുള്ളത്. അതായത് അത്രയ്ക്ക് നല്ല തണുപ്പാണ് ഇവിടെ എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് അത്ര തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ടോ? എടാ, നിനക്ക് നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ടോ? ഇല്ല, നമുക്ക് വലിയ തണുപ്പൊന്നും ഫീൽ ചെയ്യുന്നില്ലല്ലോ. ഏയ് ചേട്ടനോ? ചേട്ടൻ നല്ല തണുപ്പാണ്. യെസ്, അങ്ങനെ നമ്മളിതാ ഫസ്റ്റ് നമ്മളെ ഗ്ലോബൽ വില്ലേജിന്റെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. യെസ്, നമ്മളെല്ലാ വർഷവും കണ്ട പോലെ തന്നെ നമ്മളെ കറക്റ്റ് ഷോപ്പ് ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ നമ്മളെ ഗ്ലോബൽ വില്ലേജിന്റെ ടിക്കറ്റ് കൗണ്ടർ. അപ്പോൾ നമ്മളെ ടിക്കറ്റ് കൗണ്ടറിന് മുന്നിൽ വലിയൊരു ക്യൂവും കാര്യങ്ങളൊന്നും നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. പക്ഷേ ഒരാളെ മാത്രമേ നമ്മളെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഉള്ളിലേക്ക് അലോ ചെയ്യുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു നമ്മളെ ഫാമിലീസ് എല്ലാവരും കൂടി ഒരുമിച്ച് പോയി നിൽക്കുന്ന സമയത്ത് അവർക്ക് കൂടുതൽ ക്രൗഡ് ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു ഇഷ്യൂ കൊണ്ടായിരിക്കാം ഒരു പക്ഷേ അവരങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. യെസ്, അങ്ങനെ നമ്മളെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത ശേഷം നമ്മളിതാ നേരെ നമ്മളെ ഗ്ലോബൽ വില്ലേജിൻ്റെ ഇൻസൈഡിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. യെസ്, അപ്പോൾ ഈ കാണുന്നതാണ് നമ്മളെ ഗ്ലോബൽ വില്ലേജിൻ്റെ ടിക്കറ്റുകൾ. അപ്പോൾ ഒരു ടിക്കറ്റിന് വന്നിട്ട് 30 ദിർഹംസ് വെച്ചിട്ട് 120 ദിർഹംസ് ആണ് 4 ടിക്കറ്റിന് വേണ്ടി നമ്മൾ പേ ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മളെ ഗ്ലോബൽ വില്ലേജിൻ്റെ നേരെ ഇൻസൈഡിലേക്ക് കയറിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളീ ഒരു ടിക്കറ്റ് കൗണ്ടർ കഴിഞ്ഞ് നേരെ ഇൻസൈഡിലേക്ക് വന്ന സമയത്ത് തന്നെ നമുക്ക് നമ്മളെ ട്രീസൊക്കെ ആദ്യം പോകേണ്ട എവിടെയാ? ഇന്ത്യയിലല്ല. യെസ്, അപ്പോൾ നമ്മളെ ഗ്ലോബൽ വില്ലേജിൻ്റെ ഉള്ളിൽ ഒത്തിരി പവിലിയൻസ് ആണുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കി കാണാം, ഇതൊക്കെ ഷോപ്സുകളും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇവിടുന്ന് അങ്ങോട്ടാണ് നമ്മളെ പവിലിയൻസും കാര്യങ്ങളൊക്കെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഷോപ്പുകളാണ് കേട്ടോ. ഗ്ലോഡി എനിക്ക് ക്രിസ്മസ് അപ്പൂപ്പൻ്റെ ഇതൊക്കെ വേണോ? അതൊക്കെ വന്നിട്ട് ആ ഷോപ്പുകളിൽ കിട്ടും. യെസ്, അപ്പോൾ നമ്മളെ ഗ്ലോബൽ വില്ലേജിനുള്ളിൽ നമ്മളെ എൻട്രൻസ് തന്നെ കാണുന്ന മറ്റൊരു കാഴ്ചയാണ്. നമ്മളൊരു പഴയ മോഡൽ ഒരു ബസ്സിൻ്റെ ഒരു കഷ്ണം പാട്ടാണെന്ന് തോന്നുന്നത് ഇവിടെ ഇങ്ങനെ ചുമന്നോട് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിരുന്നാലും അത് കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്. യെസ്, അങ്ങനെ നമ്മൾ ഇന്ത്യൻ പവലിയൻ ഉള്ളിലേക്ക് വന്ന സമയത്താണ് നമ്മളെ നേരെ ഇൻസൈഡിലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ആർച്ചുകൾ പോലുള്ള കാര്യങ്ങൾ, അതേപോലെ തന്നെ ബലൂൺസ്, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ്. അത് നമ്മൾ നേരെ മുമ്പ് തന്നെ വേറൊരു ചേച്ചി വന്നിട്ട് വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. സമയത്താണ് നമുക്ക് ഇവിടെ ഒരു ടർക്കിഷ് ഐസ്ക്രീമിന്റെ സെക്ഷനും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ നമ്മൾ റീൽസിലൊക്കെ കാണുന്ന മാതിരി അവരിങ്ങനെ ഓരോരുത്തരുടെ കയ്യിലായിട്ട് നമ്മളെ ഐസ്ക്രീം കൊടുക്കാൻ വേണ്ടി നോക്കും, പിന്നീട് കൊടുക്കത്തില്ല, ലാസ്റ്റ് വീണ്ടും കൊടുക്കും. ഇതിങ്ങനെ ഭയങ്കര തമാശയായിട്ടാണ് ഇവിടെ ഇവർ ഈ ഒരു പ്രോഗ്രാം ഇങ്ങനെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. യെസ്, അപ്പോൾ നമ്മളെ ഗ്ലോഡിയും അതേപോലെ തന്നെ ദീപക്കേട്ടനൊക്കെ വന്നിട്ട് ഇവിടെ ഐസ്ക്രീം വാങ്ങി കഴിച്ചോണ്ടിരിക്കുകയാണ്. അതേ സമയത്തിന് നമ്മൾ എടുത്തു പറയുന്ന ഒരു കാര്യം, നമ്മളെ ട്രീസ വന്നിട്ട് ഐസ്ക്രീമിന്റെ കപ്പ് കൊടുത്തപ്പോൾ തന്നെ കപ്പ് പിടിച്ച് പൊട്ടിച്ച് കളഞ്ഞതാണ് അല്ലേ. ഭയങ്കര പെർഫോമൻസ് ആയിരുന്നു അല്ലേ ഗ്ലോഡി ഭയങ്കര സീരിയസ് ആയി. എടാ, നീ പിടിച്ചു കഴിഞ്ഞാൽ നീ ഐസ്ക്രീം ആവണേ. പക്ഷെ നല്ല രസമാണ് അല്ലേ. അപ്പൊ നമ്മളെ ടർക്കിഷ് ഐസ്ക്രീം കൊള്ളാട്ടോ, നല്ല അടിപൊളി സാധനം, നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് അടിപൊളിയാണ്. യെസ്, അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് വരുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്ന മറ്റൊരു കാഴ്ചയാണ് നമ്മളെ ഈ ഒരു ലേക്കിന്റെ ഇൻസൈഡിലുള്ള ഈ ഒരു ബോട്ട് റൈഡിങ്ങും കാര്യങ്ങളും.
അപ്പോൾ ദാ ഈ ഒരു ലൈറ്റ് ഡിസൈൻ വന്നിട്ട് ഈ പ്രാവശ്യം പുതിയ ടൈപ്പാണെന്ന് തോന്നുന്നു. അതേപോലെ തന്നെ ആ ഒരു സൈഡിൽ ചെറിയ ഫുഡ് കോർട്ടും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ലേക്കിനോട് ചേർന്നിട്ട് തന്നെ നമുക്ക് കാണാം. അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് കാണാൻ വരുന്ന ഇറാഖിൻ്റെ, അതേപോലെ തന്നെ നമ്മളെ സൗദി അറേബ്യ, മൊറോക്കോ, ഈജിപ്ത്, ബഹ്റൈൻ തുടങ്ങിയിട്ടുള്ള പവലിയൻസും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതേസമയം എന്താ നമ്മളെ ഗ്ലോഡിനെ നോക്കിക്കഴിഞ്ഞാൽ ഇതാ ഐസ്ക്രീമൊക്കെ കഴിച്ചുകൊണ്ട് പാട്ടൊക്കെ പാടിയിട്ടാണ് ഒന്നല്ല നടക്കുന്നത് അല്ല. ക്യാറ്റ് വാക്ക് ഒക്കെ ചെയ്യണോ? യെസ്, അങ്ങനെ ഇതാ നമ്മളെ ഇന്ത്യൻ പവലിയൻ വന്നിട്ട് നമ്മളെ നേരെ മുമ്പിൽ ഏതാണ്ട് നമ്മളെ ഇന്ത്യൻ പവലിയൻ്റെ മുമ്പിൽ എത്താനായിട്ടുണ്ട്. യെസ്, ഫൈനലി നമ്മളിതാ നമ്മളെ ഇന്ത്യൻ പവലിയൻ്റെ നേരെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ ഇന്ത്യൻ പവലിയൻ്റെ നേരെ ഇൻസൈഡിലേക്കാണ് കയറാൻ വേണ്ടി പോകുന്നത്. കയറുമ്പോൾ തന്നെ കാണുന്നതാണ് ഇതാ നമ്മളെ മെയിനായിട്ടുള്ള ക്ലോത്തുകളും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതാ നമ്മളെ ഇന്ത്യൻ പവലിയൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ഇതാ ഇവിടെയൊക്കെ കാണുന്നത്. അതേപോലെ തന്നെ ഇതാ നമ്മളെ ചെപ്പൽസ്, അതേപോലെ തന്നെ പേഴ്സുകൾ. എന്താണ് ആദ്യമായിട്ടില്ല ഇന്ത്യൻ പവലിയനിൽ? എന്താ തോന്നിയേ? കഴിക്കാൻ വേണ്ടി കഴിച്ചിട്ട് പറയുന്നത് ഐസ്ക്രീം കഴിക്കുന്ന എന്തുവാ? നമ്മളെ ഇന്ത്യൻ പവലിയൻ്റെ ഉള്ളിൽ വന്ന സമയത്ത് ഇതാ നമ്മളിവിടെ കണ്ടിട്ടുള്ള മനോഹരമായ കാഴ്ചയാണ് ഒരു ബഡാ ചപ്പൽ അല്ലേ? ബഡാ ചപ്പല ബാഹുബലി കാ ഷൂ. ആഹാ, 2 ബാഹുബലി ഷൂ എടുക്കട്ടെ നിങ്ങൾക്ക്? നമ്മളെ ഇന്ത്യൻ പവലിയനിലെ സ്റ്റേജിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് നമ്മള്. അപ്പൊ ഏതാണ്ട് ഒരു പ്രോഗ്രാമിന്റെ ട്രയലും കാര്യങ്ങളൊക്കെ അവർ നോക്കുന്നതെന്ന് തോന്നുന്നു. ഇന്ത്യൻ പവലിയനിലെ ഗംഭീര പെർഫോമൻസും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് ഇതാ നമ്മള് അടുത്ത പവലിയനിലേക്ക് മൂവ് ആവുകയാണ്. അപ്പൊ അത്യാവശ്യം നല്ല റഷായിരുന്നു ആൾക്കാരൊക്കെ ഇവിടെ. പിന്നെ എങ്ങനെയുണ്ടായിരുന്നു പെർഫോമൻസ്? അടിപൊളിയില്ല. ആ ഒരു ഭയങ്കര ഒരു ഇന്ത്യൻ ഇൻസ്പിറേഷൻ കയറി പോകുന്നുണ്ടല്ലേ എടാ? ആ ഒരു വികാരം തിരിച്ചു വന്നു. അതാണ് പറഞ്ഞത്. യെസ്, അങ്ങനെ ഇതാ നമ്മളെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഇതാ നമ്മളൊരു കാരമൽ പോപ്കോൺ ഒക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് ഇതാ നമ്മളെ കമ്മലിൻ്റെ കളക്ഷൻ ഒരു പാക്കറ്റ്, ഒരു സഞ്ചി നിറയെ കളക്ഷൻസുമായിട്ടാണ് ഇതാ നമ്മളെ ട്രീസ് ഇറങ്ങിയിട്ടുള്ളത്. അവിടെ പോയി കുറേ ഉണ്ടല്ലോ. അങ്ങനെ നമ്മളെ ഇന്ത്യൻ പവലിയൻ്റെ മനോഹരമായ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് നമ്മളെ ഇന്ത്യൻ പവലിയനിൽ നിന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് നമ്മളെ നേരെ മുമ്പുള്ള ലെബനൻ ഉണ്ട്, പിന്നെ പാലസ്തീൻ ഉണ്ട്. ഇതാ നമ്മളെ ഇറാൻ്റെ പവലിയനൊക്കെയാണ് ഇവിടെ കാണുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മളെ ഗെയിം ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളത്.